പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നവരെല്ലാം എന്തോ മെൻ്റലി ഇല്ലാണ്, എന്തോ മെൻ്റൽ പ്രോബ്ലംസ് ഉള്ള ആൾക്കാരാണ് പൊതുവേ മെഡിറ്റേഷൻ ചെയ്യുക എന്നൊരു പൊതുവെ ഒരു മിസ്കൺസെപ്ഷനും ഒരു മിത്തും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ ആക്ച്വലി മെഡിറ്റേഷൻ എന്നത് നമ്മൾ മെയിനായിട്ട് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ളവർക്കാണ്. അതായത് നമ്മൾ നോർമലി ഉള്ള ആൾക്കാർക്ക് മാത്രമേ മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ദാറ്റ്സ് വൺ ഓഫ് ദ ക്രൈറ്റീരിയൻ, ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ നോർമൽ ആയിരിക്കുക എന്നതാണ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് തിങ്സ് ബിഫോർ സ്റ്റാർട്ടിങ് ദ ജേർണി ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് നോർമൽ ലൈഫിൽ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു ഡിസ്കണ്ടൻമെൻറ്റ്, ഒരു സംതൃപ്തി ഇല്ലായ്മയിൽ നിന്നാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാനുള്ള ഒരു ത്വര വരിക എന്ന് പറയുന്നത്. അതായത് നോർമലി ലൈഫ് നൈസായിട്ട് പോകുന്നു, അതായത് എവറിത്തിങ് ഈസ് ഗോയിങ് ഓക്കെ. അതായത് നോർമൽ ലൈഫ് ഈസ് ഓക്കെ, ബട്ട് എന്തോ എവിടെയൊക്കെയോ ഇനി എന്തൊക്കെയോ നമുക്ക് വേണം, അല്ലെങ്കിൽ ലൈഫിൽ ഇനി എന്തൊക്കെയോ പോസിബിലിറ്റി നമുക്ക് വേണേ, ഒരു മാറ്റം വേണം. അല്ലെങ്കിൽ ലൈഫിൽ എസ്പെഷ്യലി ആ ഒരു എക്സ്റ്റസി, ബ്ലെസ്, അങ്ങനെ ഹയർ നീഡ്സിലേക്കുള്ള ഒരു ആസ്പിറേഷൻസ് ആണ് നമ്മളെ മെഡിറ്റേഷനിലേക്ക് ഒരാളെ നയിക്കുക എന്ന് പറയുന്നത്. സോ ഒന്നും കൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകാറുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാർ എങ്ങനെയുള്ള ആൾക്കാരാണ് പൊതുവേ? അതായത് ജിമ്മിൽ പോകുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു നോർമൽ ഫിസിക്കൽ ഹെൽത്ത്, അല്ലെങ്കിൽ ആ നോർമൽ ഹെൽത്തിനെ ഒന്നും കൂടെ നമുക്ക് ബെറ്റർ ആക്കുക, നമ്മുടെ ഫിസിക്കൽ ബ്യൂട്ടിയൊക്കെ ഒന്നും കൂടെ ഇമ്പ്രൂവ് ആകുക, നമ്മുടെ ബോഡിയൊക്കെ ഒന്നും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുക, ഒന്നും കൂടെ ഇമ്പ്രൂവ്ഡ് ആക്കുക, ഫാറ്റ് ആയിട്ടുള്ളവരാണെങ്കിൽ സ്ലിം ആകുക, അങ്ങനെ ഒരു ശരീര സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ എന്ന ഒരു ലക്ഷ്യത്തോടെയൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ ആ ഒരു ഒന്നും കൂടെ ഫിറ്റായിട്ടൊക്കെ ഇരിക്കണം എന്നൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ പൊതുവേ ജിമ്മിലൊക്കെ പോകുകയെന്ന് പറയുന്നത്. അല്ല, ജിമ്മിൽ പോകുന്നതെല്ലാം രോഗമുള്ളവരോ അസുഖമുള്ളവരോ ഫിസിക്കൽ ഡിസീസിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലല്ലോ പോകുന്നത്. നോർമലായിട്ടുള്ള ആൾക്കാരാണ് പൊതുവേ ജിമ്മുകളുള്ള കാര്യങ്ങളിൽ പോകുകയെന്ന് പറയുന്നത്. സോ അതേ ഒരു ക്രൈറ്റീരിയനാണ് നമ്മൾ ഇവിടെ മെഡിറ്റേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നത്. അതായത് നമുക്ക് യു ആർ ഓക്കെ വിത്ത് ദിസ് ലൈഫ്, ബട്ട് ആ ഒരു സോ കോൾഡ് നോർമൽ ഓക്കേയിൽ നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ല. സോ നമുക്ക് ആ ഒരു എന്തൊക്കെയോ ഇനിയും ഒന്നും കൂടെ ഇമ്പ്രൂവ് ആകണം. പിന്നെ നമ്മുടെ സോ കോൾഡ് നോർമൽ ലൈഫ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ മെഡിറ്റേഷൻ്റെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുമ്പോൾ ഇറ്റ്സ് കോൾഡ് നോർമലി അബ്നോർമൽ എന്നൊരു സിറ്റുവേഷനെ ആയിട്ടാണ് നമ്മൾ നോർമൽ ലൈഫ് എന്ന് കാണിക്കുക എന്ന് പറയുന്നത്. അതായത് നോർമൽ മീൻസ് ആവറേജ് എന്നൊരു മീനിങ് ആണ് നമ്മൾ പൊതുവേ കൊടുക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ ജീവിക്കുക എന്ന ഒരു സ്റ്റേറ്റിലാണ് ജീവിക്കുക എന്ന് പറയുന്നത്. സോ അതായത് ലീവിങ് ഇൻ ദ മൈൻഡ് എന്നൊരു കോണ്ടെക്സ്റ്റാണ് നമ്മൾ പൊതുവേ നമ്മുടെ നോർമൽ അല്ലെങ്കിൽ ഒരു സോ കോൾഡ് ഓക്കെ ലൈഫിൽ നമ്മൾ പോകുക എന്ന് പറയുന്നത്. സോ ഒരു വ്യക്തി ഒരു മെഡിറ്റേഷൻ എന്ന ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലൈക്ക് ഹി വാണ്ട് ടു ഗോ ബിയോണ്ട് ദ മൈൻഡ്, അല്ലെങ്കിൽ മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്യുക, ഒരു ഹയർ തലത്തിലേക്ക് പോകുക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് യുവർ സെൽഫ് ഫ്രം ലീവിങ് ഇൻ ദ മൈൻഡ് ടു ബിയോണ്ട് ദ മൈൻഡ് എന്നൊരു സ്റ്റേറ്റിലേക്ക് പോകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒരു വ്യക്തി മെഡിറ്റേഷനിലേക്ക് പോകുക എന്ന് പറയുന്നത്. അതായത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ നോർമലി എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ തലത്തിലാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഫിസിക്കൽ മെൻ്റൽ തലം കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷനിൽ പറയുന്ന സ്പിരിച്വൽ തലം, ആ ഒരു സ്പിരിച്വൽ തലത്തിലേക്ക്, ഒരു ഹയർ തലത്തിലേക്ക്, വേറെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ബിയോണ്ട് മൈൻഡ്, മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ് പോസിബിൾ ആണോ എന്നൊരു ഇതാണ്, ഒരു എൻക്വയറിയാണ് ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ബിയോണ്ട് മൈൻഡ് അല്ലെങ്കിൽ ട്രാൻസെൻഡൻ്റൽ സ്റ്റേറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യമെന്ന് പറയുന്നത്? നമ്മൾ മൈൻഡിൽ ജീവിക്കും തോറും നമ്മൾ മൈൻഡ് എന്ന് പറയുന്നത് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. ദാറ്റ്സ് എ നോർമൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിന്തകൾ 24 മണിക്കൂറും നമ്മളെ വേട്ടയാടുന്നു. അതായത് മൈൻഡ് എന്ന് പറയുന്നത് ഒരു സ്വിച്ച് ഓഫ് പൊസിഷൻ ഇല്ല. മൈൻഡ് ഈസ് കണ്ടിന്യൂസ്ലി ഫങ്ഷനിങ് ആണ്. ആ തിങ്കിങ് പ്രോസസ്സ്, ഉറങ്ങുമ്പോൾ പോലും ഡ്രീമിംഗ് ഉണ്ട്. അങ്ങനെ മൈൻഡ് എന്ന് പറയുന്നത് 24 hour വർക്കിംഗ് ആണ്. നോർമൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മൈൻഡ് നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് മാസ്റ്റർ ചെയ്തുകൊണ്ട് മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. സോ ഈ മൈൻഡിൻ്റെ കൺട്രോളിൽ നിന്ന് വിട്ട് നമുക്ക് എങ്ങനെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും? അതിനുള്ള ഏക പോസിബിലിറ്റി എന്ന് പറയുന്നത് മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. അതായത് ബിയോണ്ട് മൈൻഡിലേക്ക് എത്തുക, മെഡിറ്റേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്ത് മൈൻഡിൻ്റെ പുറത്തേക്ക് വന്ന് ആ ഒരു ബിയോണ്ട് സ്റ്റേറ്റിൽ എത്തിയാൽ മാത്രമേ നമുക്ക് മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള സ്റ്റേറ്റ്, മൈൻഡിൻ്റെ ഒരു മാസ്റ്ററി നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ ചിന്തകൾ മൂലം നമ്മുടെ മൂഡ് മാറുക, നമ്മളൊരു നെഗറ്റിവിറ്റിയിലേക്ക് പോവുക, വേറൊരാൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മളും ഒരു നെഗറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവുക. അങ്ങനെ ഈ തോട്ട്സിൻ്റെ ഉള്ളിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരുമാതിരി ഒരു പാച്ചപ്പ് പോലെയാണ്,
ഒരു മുറിവുണ്ട്, അതിനിങ്ങനെ പാച്ചപ്പ് ചെയ്ത് പോകുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മുടെ സോ കോൾഡ് നോർമൽ ലൈഫ് എന്ന് പറയുന്നത്. സോ ആ നോർമൽ ലൈഫിൽ ഡിസാറ്റിസ്ഫാക്ഷൻ, മടുപ്പ്, ഇത്ര കുറേ നാൾ ഇങ്ങനത്തെ ഈ ഒരു പാറ്റേൺ, ഈ ഒരു റെപ്പറ്റേറ്റീവ് പാറ്റേണിൽ പോകുമ്പോൾ ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമോ, ഇതിൽ നമുക്ക് ജീവിതത്തിലൊരു മാറ്റം പോസിബിൾ ആണോ എന്നൊരു എൻക്വയറിയാണ് ഒരു വ്യക്തിയെ മെഡിറ്റേഷനിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ, അതായത് മെഡിറ്റേഷൻ എന്നത് കുഴപ്പമുള്ളവർക്കുള്ളതല്ല, അതായത് ഡിപ്രഷൻ, ആൻസൈറ്റി, സ്ട്രെസ് അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംഭവമല്ല. ശരിയാണ്, നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള മെൻ്റൽ ഇൻസാനിറ്റീസ് ഒന്നും തന്നെ നിങ്ങളെ വേട്ടയാടത്തില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരിക്കലും നിങ്ങൾ അതിലെങ്ങൊന്നും വിക്ടിം ആകില്ല എന്നുള്ള ഇതുണ്ട്. പക്ഷെ എന്നും പറഞ്ഞ് ഈ എക്സ്ട്രീംലി സൈക്കോളജിക്കലി ഡിപ്രസ്ഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളൊരു സംഭവമല്ല. അവർക്കൊക്കെ ചെയ്യാവുന്നതാണ്. ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒക്കെ കൺസൾട്ടേഷൻ പ്രകാരം അവർക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് അവരുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടി. പക്ഷേ ആക്ച്വലി മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നോർമലായിട്ടുള്ളവർക്ക് അവരുടെ ലൈഫ് ഒന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു സംഭവമായിട്ടാണ് മെഡിറ്റേഷൻ കണ്ടുപിടിച്ചിരിക്കുക എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സെർച്ച് ഓഫ് മാൻ ആണ്. മനുഷ്യൻ്റെ ഒരു ആധ്യാത്മിക അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് മെഡിറ്റേഷൻ പണ്ട് തൊട്ടേ പരിശീലിച്ചുകൊണ്ട് വന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. പിന്നെ മെഡിറ്റേഷൻ എന്നത് പറയുന്നത് നമ്മളെ കണ്ടെത്തുക, നമ്മുടെ പൊട്ടൻഷ്യൽ എന്താണ്, ഹൂ ആം ഐ, സെൽഫ് എൻക്വയറി, അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കുമുള്ള ഒരു അന്വേഷണമാണ്. യഥാർത്ഥം നമ്മൾ എന്താണ്. നോർമലി നമ്മളെന്ന് പറയുമ്പോൾ ഒരു ഈഗോ ആയിട്ടാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ആ ഒരു ഈഗോയ്ക്കപ്പുറം എന്താണ് ഞാൻ, യഥാർത്ഥ എസൻസ് എന്താണ്, ഹൂ ആം ഐ എന്നൊരു ക്വസ്റ്റ്യൻ്റെ ഒരു അന്വേഷണമാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു അന്വേഷണത്തിൻ്റെ പുറമേ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ട്രാൻസ്ഫർമേഷൻ നമുക്ക് സംഭവിക്കും, നമ്മളൊരു ഹയർ തലത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് നമുക്കൊരു ഗ്രോത്ത് സംഭവിക്കുക എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൻ ഗ്രോത്ത്, മെഡിറ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവർക്കും ഒരു ഹ്യൂമൻ ഗ്രോത്ത് സംഭവിക്കും. അതായത് മനുഷ്യന് ഇനിയും വളരാൻ സാധിക്കും. എങ്ങനെ വളരാൻ സാധിക്കും? ഫിസിക്കൽ തലത്തിലല്ല, പക്ഷേ കോൺഷ്യസ്നെസ്സിൽ, ബോധത്തിൽ ഇനിയും വളരാൻ സാധിക്കും. ഒരു ഹയർ കോൺഷ്യസ്നെസ്സിലേക്ക് ബോധത്തെ കൂട്ടുക എന്ന പ്രക്രിയയാണ് നമ്മൾ മെഡിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മെഡിറ്റേഷനിലേക്ക് പോകേണ്ടതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ, വലിയ വലിയ തിരിച്ചറിവുകൾ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പോലും അറിയാത്ത പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്ന, നമ്മുടെ ഒരു ഹിഡൻ പൊട്ടൻഷ്യലിനെ എല്ലാത്തിനെയും ഡിസ്കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്.